Hi all. BGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 17th സെഞ്ച്വറി ടു 18th സെഞ്ച്വറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് അതിലെ ബ്ലോക്ക് 1 ആയിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേ ആണ്. സോ ഇതിൽ 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. 4ഉം ഈ ഒരു ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ എഴുത്തുകാരനെ കുറിച്ചിട്ട് നോക്കാം. ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ആയിട്ടായിരുന്ന ജോൺ വെബ്സ്റ്റെയർ ആണ്. സോ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അദ്ദേഹം ഒരു ജക്കോബിയൻ ഇറയിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. സോ നമുക്ക് ജക്കോബിയൻ ഇറ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാം. കിങ് ജെയിംസ് വണ്ണിൻ്റെ കാലഘട്ടമാണ് നമ്മൾ ജക്കോബിയൻ എറ എന്ന് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത്. 1603 മുതൽ 1625 വരെയുള്ള ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ജക്കോബിയൻ എറയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ജോൺ വെബ്സ്റ്റെയർ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1580 മുതൽ 1634 ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം ബോൺ ചെയ്തത് ലണ്ടനിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഫ്ലറിഷ് ആയത് നമ്മുടെ ഈ ജക്കോബിയൻ പീരീഡിലായിരുന്നു. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ അൺഈസിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കറപ്ഷൻ നടക്കുന്നത് ആ ഒരു ടൈമൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലുള്ള റൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അധികം ഒരു ഡാർക്ക് ഹ്യൂമറിലായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇമേജറിയോട് കൂടിയുള്ള ഒരു ട്രാജിക് ആയിട്ടുള്ള പ്ലേസ് ആണ് ആ സമയത്ത് അധികം എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിരുന്നത്. അഥവാ ഡെത്തിനെ കുറിച്ചിട്ട്, കറപ്ഷനെ കുറിച്ചിട്ട്, റിവെഞ്ചിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ മെയിൻ ആയിട്ടുള്ള തീമായിട്ട് വന്നിരുന്നത്. അഥവാ ഇതിനു മുമ്പ് ഉള്ള കാലഘട്ടമായിരുന്നു നമ്മുടെ എലിസബത്തൻ എറ എന്ന് പറയുന്നത്. 1558 മുതൽ 1603 വരെയുള്ള ഒരു കാലഘട്ടം. നമ്മുടെ ഈ ഒരു ഭരണാധികാരികൾക്കനുസരിച്ചാണ് ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആ റൈറ്റേഴ്സിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ പോവുക. നമ്മുടെ എലിസബത്തൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജനങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണമായിരുന്നു നമ്മുടെ എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ജക്കോബിയൻ ആ ഒരു ഇറ വന്നതോടുകൂടെ അദ്ദേഹം ഭയങ്കര ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. അദ്ദേഹമാണ് കിങ് എന്നുള്ള അദ്ദേഹമാണ് കിങ്. സോ അദ്ദേഹത്തിന് ഒരു ഗോഡിൻ്റെ പവർ കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലൊക്കെ നടന്നിരുന്ന ആളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മോശം ആയിട്ടുള്ളൊരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണം ആ സമയം എന്ന് പറയുന്നത്. ആളുകൾക്ക് അത്രയും ഇഷ്ടക്കേട്, തൻ്റെ രാജ്യത്ത് ജീവിക്കാൻ തന്നെ അവർക്ക് പേടിയാണ്. തങ്ങളെ അവിടുന്ന് പുറത്താക്കുക എന്നുള്ള ഭയം പോലും ആളുകൾക്ക് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ മറ്റ് എഴുത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ അത്രയും ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ കാലത്തുള്ള ആളുകളുടെ എഴുത്തുകളൊക്കെ ആ ഒരു രീതിയിലായിരുന്നു. ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് എഴുത്തുകളിൽ കാണാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കാണാൻ പറ്റുക ഡെത്തിനെ കുറിച്ചിട്ട്, ഡിക്കേനെ കുറിച്ചിട്ട്, അതുപോലെ ഫേറ്റിനെ കുറിച്ചിട്ട്, മോറൽ പണിഷ്മെൻറ്റിനെ കുറിച്ചിട്ട്, ദെൻ വിമൺ ഡിഗ്നിറ്റിനെ കുറിച്ചിട്ട് ആൻഡ് ഓപ്പറേഷനെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ തീമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കറപ്ഷൻ, പവറിനെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് മെയിൻ തീമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ജക്കോബിയൻ എറ എന്ന് പറയുന്ന ആ ഒരു എറനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കിങ് ജെയിംസ് വണ്ണിൻ്റെ ആ ഒരു ഇംഗ്ലണ്ട് ഭരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജക്കോബിയൻ എറ എന്ന് പറയുന്നത്. അത് പേര് വരാൻ കാരണം ജക്കോബിയൻ എന്ന് പറയുന്നത് ജെയിംസിൻ്റെ ഒരു ലാറ്റിൻ നെയിമാണ് ജക്കോബിയൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ജക്കോബിയൻ എറ എന്നുള്ള ഒരു പേര് വന്നത്. നമ്മുടെ എലിസബത്തൻ പീരീഡിന് ശേഷവും നമ്മുടെ കരോലിൻ എറ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജാണ് നമ്മുടെ ജക്കോബിയൻ എറയായിട്ട് കണക്കാക്കുന്നത്. അഥവാ പൊളിറ്റിക്കലായിട്ട് ഭയങ്കര ടെൻഷൻ നടക്കുന്ന, അതുപോലെ തന്നെ റിലീജിയസ് കോൺഫ്ലിക്റ്റ്, റിലീജിയസ് ആയിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ സോഷ്യൽ ചേഞ്ചിൻ്റെ ഒക്കെ ഒരു ടൈമാണ് അവിടെ. അതുപോലെ തന്നെ അദ്ദേഹം വിചാരിച്ചിരുന്നു അദ്ദേഹമാണ് ഗോഡ്, ഒരു ഗോഡിൻ്റെ പവർ മുഴുവൻ ഒരു കിങ് ആയാലും അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത. സോ ആ ഒരു ഭരണം ആ ഒരു രീതിയിലായിരിക്കുന്നു നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നമ്മുടെ പ്രൊട്ടസ്റ്റൻസും അതുപോലെ തന്നെ കാത്തലിക്സും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കുന്ന ടൈമാണ്. ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞുള്ള ആ ഒരു രണ്ട് ടീമുകൾ തമ്മിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് നടക്കുന്ന ആ കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഇനീക്വാളിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അർബൻ ലൈഫൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന സമയം. അതുപോലെ നമ്മുടെ കറപ്ഷൻ്റെ ഒക്കെ ആ ഒരു നമ്മളെ കോർട്ടിൽ തന്നെ ഭയങ്കര കറപ്ഷൻ നടക്കുക, ആ ഒരു കിങ്ങിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഭയങ്കര കറപ്ഷൻ നടക്കുന്ന
പറ്റുന്ന ആ ഒരു സിറ്റുവേഷന് അതൊക്കെയായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ജക്കോബിയൻ ഡ്രാമനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അഥവാ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഷേക്സ്പിയർ ജീവിച്ചത് നമ്മുടെ എലിസബത്തൻ പ്ലേസ് ആ സമയത്താണല്ലോ. ആ സമയത്തുള്ള ഒരു തിയേറ്റർ എന്നുള്ള വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഡാർക്കറായിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ അധികം ഒരു റിവഞ്ച് ട്രാജഡീസ്, അതുപോലെ തന്നെ കറപ്ഷൻസിൻ്റെ തീംസ്, മാഡ്നസിനെ കുറിച്ചിട്ട്, ഡെത്തിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരു കൂടുതലായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൂണായിരുന്നു ആ ഒരു ഡ്രാമക്ക് അന്നുണ്ടായിരുന്നു. നമ്മുടെ എലിസബത്തൻ ഡ്രാമനെക്കാട്ടിലും ഒരു റിയലിസ്റ്റിക് ടൂണ് അതിനുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലുള്ള അഴിമതികളും കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടുന്ന എഴുത്തുകൾ, പ്ലേകൾ ഒക്കെയാണ് ആ ഒരു കാലത്ത് റിലീസായിരുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പങ്കും അതിലുണ്ടായിരുന്നു. ദെൻ ഇംഗ്ലീഷ് ഡ്രാമനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു മിഡിൽ ഏജ് ആ ടൈമിലാണ് നമ്മുടെ ഇംഗ്ലീഷ് ഡ്രാമ റൈസ് ആവുന്നത്. അത് ആദ്യമൊക്കെ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള വേർഷിപ്പിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഡ്രാമ റൈസ് ആയത്. പിന്നെ റിനൈസൻസിൻ്റെ കാലം വന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ഇത് കൂടുതൽ ഒരു ചർച്ചിൽ നിന്ന് മാറി ഒരു പബ്ലിക് തിയേറ്റർ ആയിട്ട് മാറിയത്. അഥവാ മനുഷ്യന്മാരുടെ ഒരു ഇമോഷൻസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തത് റിനൈസൻസിൻ്റെയും അതുപോലെ തന്നെ റിഫോർമേഷൻ്റെയും ഒക്കെ ശേഷമാണ്. പിന്നീട് നമുക്ക് യൂണിറ്റ് 2 നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജോൺ വെബ്സ്റ്റിയറിൻ്റെ ആ ഒരു പ്ലേ റൈറ്റിൻ്റെ ഡ്രാമാറ്റിക് ആർട്ടിനെ കുറിച്ചിട്ടാണ്. ഇതിൽ കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലേ റൈറ്റിൻ്റെ 2 തീമുകളായിട്ടുള്ള പെസിമിസം അതുപോലെ തന്നെ മോർബിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പെസിമിസം മീൻസ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള വ്യൂ ഓഫ് ലൈഫാണ്. നമ്മുടെ ഒരു ഒന്നുമില്ലാത്തൊരു ജീവിതത്തിന് ഒരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതത്തിൻ്റെ ആ ഒരു ടൂണാണ് അതിനുള്ളത്. അഥവാ ഈ ഒരു ലോകം മുഴുവൻ കറപ്ഷനാണ്, ഫുൾ ഓഫ് എവിൽസ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു മടി പിടിച്ച ആ ഒരു ലൈഫാണ്, നമ്മുടെ ഒരു നെഗറ്റീവ് ഹോപ്പാണ് നമുക്ക് ഈ ഒരു തീം നൽകുന്നത്. അങ്ങനത്തെ തീമുകൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. മോർബിഡിറ്റി മീൻസ് ഒരു ഡാർക്ക് ഫാസിനേഷൻ, അഥവാ നമ്മുടെ ഡെത്ത്, അതുപോലെ ഡിസീസ്, ഇൽനെസ്, ഇതിനൊക്കെ ഒരു മെയിൻ ഇതായിട്ട് സംഭവമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു തീമാണ് നമ്മുടെ മോർബിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെസിമിസത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു കറപ്ഷൻ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ആ ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു തരം ഒരു പെസിമിസത്തിന് കാരണം ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റ് 3 നമുക്ക് ഈ ഒരു പ്ലേൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ അനാലിസിസ് ആണ് പറയുന്നത്. സോ ഇതിൻ്റെ സമ്മറി എന്താണെന്ന് ചുരുക്കി നോക്കാം. സോ ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇറ്റലിയിലെ അമാൽഫി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഒരു പ്രത്യേക സ്ഥലം ഭരിക്കുന്ന ആൾക്കാണ് ഡ്യൂക്ക് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യക്കാണ് ഡച്ചസ് എന്ന് പറയാം. സോ നമ്മുടെ മാൽഫിയിലെ ഡ്യൂക്ക് മരണപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വിധവയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു സ്ത്രീയാണ് നമ്മുടെ ഡച്ചസ് എന്ന് പറയുന്നത്. ഇതിലൂടെ പറയുന്നത്, ഈ ഒരു സ്റ്റോറിയിലൂടെ കാര്യമായിട്ട് പറയുന്നത് ഒരു ഫീമെയിൽ റോളിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അഥവാ ആ ഡച്ചസ് ആണ് ശരിക്കും അവിടെ ഇപ്പോൾ റോൾ ചെയ്യുന്നത്. പക്ഷേ അവൾക്കൊന്നിനുള്ളൊരു സ്വാതന്ത്ര്യമില്ല. അവളല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഒന്നും അവളല്ല. അവൾക്ക് അവിടെ ഒരു റോളും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഒരു സ്ത്രീ ആയിരിക്കുമ്പം അവൾക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥ. ആ ഒരു മെയിൽ ഡോമിനേഷനെ കുറിച്ചിട്ടൊക്കെ ശക്തമായിട്ട് വിമർശിച്ച് പറയുന്ന ഒരു പ്ലേ ആണിത്. സോ നമ്മുടെ വിഡോ ആയിട്ടുള്ള ഡച്ചസിന് 2 ബ്രദേഴ്സാണുള്ളത്. ഒരാൾ ഫെർഡിനൻഡ്, ദെൻ അനദർ വൺ ഈസ് കാർഡിനൽ. ഈ ഫെർഡിനൻഡ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് ഒരു ഡ്യൂക്കായിട്ടുള്ള ഒരാളാണ്. ഈ കാർഡിനൽ എന്ന് പറയുന്ന ആൾ ഒരു ചർച്ചിലെ ഒരു മെയിൻ ആളാണ്. അതുപോലെ തന്നെ അവർ നമ്മുടെ ഡച്ചസിനോട് പറയുന്നു ഒരിക്കലും ഒരു റീമാരേജ് ചെയ്യരുത് എന്ന് കർശനമായിട്ട് ഉപദേശം കൊടുക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഒരു 2ാമത് വിവാഹം ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. അത് മറ്റുള്ളവർ കല്യാണം കഴിച്ച് അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ അത് അവർക്ക് അവകാശപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി കാരണമാണ് അവരതിന് റെഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഡച്ചസും അതുപോലെ തന്നെ ആ വീടിൻ്റെ ഏറ്റവും നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, ആൻ്റോണിയോ എന്ന് പറയുന്ന. അവരുമായിട്ട് നമ്മുടെ ഡച്ചസ് ലവ് ആവാണ്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് സീക്രട്ടായിട്ട് വിവാഹം കഴിക്കാൻ. കാരണം ബ്രദേഴ്സ് അറിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്ന് അവർക്കറിയാം. സോ അതുകൊണ്ട് അവർ സീക്രട്ടായിട്ട് വിവാഹം ചെയ്യാൻ നിർബന്ധിതരാവാണ്. സോ അങ്ങനെയാണ് നമ്മുടെ ഏരിയോല എന്ന് പറയുന്ന ഒരു മെയ്ഡിൻ്റെ ഒരു സാക്ഷ്യം വെച്ച് ഇവർ വിവാഹം കഴിക്കുകയാണ്. ഈ ഒരു കാര്യം പറയുന്നത് ഇതറിഞ്ഞാൽ ഒരിക്കലും അവരുടെ ബ്രദേഴ്സ് സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ക്ലാസ് ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. ഡച്ചസ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. നമ്മുടെ കാര്യസ്ഥനായിട്ടുള്ള ആൻ്റോണിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ നിൽക്കുന്ന ആളാണ്. ആ ഒരു ഡിഫറൻസ് തമ്മിലുള്ള ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്ന ആ ഒരു സോഷ്യൽ ഡിഫറൻസിനൊക്കെയാണ് അവിടെ പറയുന്നത്. അങ്ങനെ
ഇവർ വിവാഹം നമ്മുടെ ഡച്ചസ് വിവാഹം കഴിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചാരനെ, ഒരു ബൊസോള എന്ന് പറയുന്ന ഒരു ചാരനെ ഫെർഡിനൻഡ് അങ്ങോട്ടേക്ക് അയക്കാണ്. അവർ മാരേജ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തനിക്ക് ഒരു രഹസ്യ വിവരം ചോർത്തി തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഡച്ചസ് പ്രഗ്നൻ്റ് ആവുകയാണ്. ചെറിയ ഡൗട്ടൊക്കെ നമ്മുടെ ബൊസോളക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒരു തക്കതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളൊരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയാണ്. അങ്ങനെ ആൻ്റോണിയോ ആ ഒരു കുട്ടിയുടെ ഒരു ജാതകം അങ്ങനെ എഴുതുന്നതിനിടയിൽ ആ ഒരു പേപ്പർ താഴെ വീണ് നമ്മുടെ ബൊസോളക്ക് കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഉറപ്പായി ഇത് ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, ഒരു മോനുണ്ടായിട്ടുണ്ട് എന്നുള്ളത്, വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായി. അങ്ങനെ ബൊസോളക്ക് അറിയാണ്. അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ നമ്മുടെ ഫെർഡിനൻഡിൻ്റെ അടുത്തേക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഹസ്ബൻഡ് ആരാണെന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഫെർഡിനൻഡിന് ഈ വിവരം കിട്ടുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് ആരാണെന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് ഒരു ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആളാരാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2 മക്കളും കൂടെ ജനിക്കുകയാണ് നമ്മുടെ ഡച്ചസിനെ. അങ്ങനെ ഫെർഡിനൻഡ് ഡച്ചസിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ അവളോട് ഭയങ്കര ദേഷ്യമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫാദർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ ഒരിക്കലും അത് ആരാണെന്ന് റിവീൽ ചെയ്യണില്ല. അങ്ങനെ ഒരു കത്തി കൊടുത്തിട്ട് സ്വയം കുത്തി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പം അവൾ ഒക്കെ നിരാകരിക്കുകയാണ്. അങ്ങനെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ പോവാണ്. അങ്ങനെ ഡച്ചസ് നമ്മുടെ ആൻ്റോണിയോയും അതുപോലെ തന്നെ മൂത്ത മകനെയും എന്തൊക്കെയോ കുറ്റം ആരോപിച്ചിട്ട് അവിടുന്ന് നാട് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അഥവാ അങ്ങനെ കടത്തിയാലല്ലേ അവർ രക്ഷപ്പെടുള്ളൂ. മറ്റത് ഇവരാണ് ഹസ്ബൻഡ് എന്നുള്ളത് പിന്നീട് അറിയുകയും ചെയ്താൽ തൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും ഇവിടെ നിൽക്കാൻ കഴിയൂല, അവരെയും കൊന്നു കളയുമെന്നറിയാം. അപ്പം അവരെ പെട്ടെന്ന് നാട് കടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ എല്ലാ കഥകൾ ചുമത്തിയിട്ടാണ് അവരെ നാട് കടത്തുന്നത്. ഇത് അറിയുമ്പോൾ നമ്മുടെ ബൊസോള പറയുന്നുണ്ട്, ആൻ്റോണിയോ നല്ല ആളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ഡച്ചസിന് തോന്നി, ബൊസോള നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡച്ചസ് അറിയുന്നില്ല ബൊസോള ഒരു ചാരനാണ്, തൻ്റെ ബ്രദറിൻ്റെ ഒരു ചാരനാണ് എന്നുള്ളത് ഡച്ചസ് അറിയുന്നില്ല. അങ്ങനെ ആ ഒരു സത്യം അവൾ വെളിപ്പെടുത്തുകയാണ്. അവിടെ തൻ്റെ മക്കളുടെ അച്ഛന് ആൻ്റോണിയോ ആണെന്നുള്ള വിവരം അവരെ അറിയിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വിവരം നമ്മുടെ ഫെർഡിനൻഡിനോട് പറയുന്നു, നമ്മുടെ ബൊസോള പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് ഒരു ദേഷ്യം മൂത്ത് നിൽക്കുകയാണ് നമ്മുടെ ഫെർഡിനൻഡ്. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു എങ്ങനെയും തന്ത്രപൂർവ്വം ആൻ്റോണിയോയെ ഇങ്ങോട്ട് ക്ഷണിക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹം ആൻ്റോണിയോയ്ക്ക് ഒരു കത്ത് എഴുതാണ്, തന്നെയും മകനെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് നമ്മുടെ ആൻ്റോണിയോയ്ക്ക് മനസ്സിലായി ഇത് ഒരു ട്രാപ്പാണെന്ന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ മോനെയും കൂട്ടി മിലാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡച്ചസിനെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ ഒരു തുറങ്കലിട്ടുകാണ്ട് അടക്കുകയാണ് നമ്മുടെ അവരുടെ സഹോദരന്മാർ ചെയ്യുന്നത്. അങ്ങനെ ഒരു മാനസികമായിട്ടുള്ളൊരു പീഡനം കൊടുക്കുകയാണ് നമ്മുടെ ഡച്ചസിന്. നിൻ്റെ മകൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും ഡെഡ് ബോഡിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു മെഴുക് കൊണ്ടുണ്ടാക്കിയ ഒരു ഡെഡ് ബോഡി കാണിച്ചു കൊടുത്ത് അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് നമ്മുടെ അവളുടെ സഹോദരന്മാർ ചെയ്യുന്നത്. ഫെർഡിനൻഡ് ബൊസോളയോട് അവരെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ ബൊസോള നമ്മുടെ ഡച്ചസിനെയും അതുപോലെ തന്നെ തൻ്റെ 2 മക്കളെയും അതുപോലെ ആ ഒരു മെയ്ഡിനെയും കൊല്ലുകയാണ്. ബട്ട് ആഫ്റ്റർ ദ ഡെത്ത് നമ്മുടെ ഒരു ഫെർഡിനൻഡിൽ ഭയങ്കര ഒരു ഗിൽറ്റ് തോന്നുകയാണ്. തൻ്റെ സഹോദരി മരിച്ചു കിടക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ബൊസോളയോട് ശകാരിക്കുകയാണ്, ഞാൻ പറയുന്നതെന്ന് വിചാരിച്ച് എന്തിനാണ് കൊന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ബൊസോളയെ പിന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൻ്റോണിയോ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും കാണാൻ വേണ്ടിയിട്ട്, അവർ അപകടത്തിലാണെന്ന് അറിയാം, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൻ്റോണിയോ അങ്ങോട്ട് എത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ കാർഡിനൽ ബൊസോളയോട് ആൻ്റോണിയോയും കൊല്ലാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അഥവാ നമ്മുടെ കാർഡിനലിന് ഒരു ലവർ ഉണ്ടായിരുന്നു, ജൂലി എന്ന് പറഞ്ഞിട്ടുള്ള. ബട്ട് ആ ലവർക്ക് ഇഷ്ടം ബൊസോളയായിരുന്നു. അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയിൽ നടന്നിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ കാർഡിനൽ ആ ഒരു ജൂലിയെ കൊല്ലുന്നുണ്ട്. അങ്ങനെ ബട്ട് നമ്മുടെ ബൊസോള അത് കാണുന്നുണ്ട്. അങ്ങനെ ബൊസോളക്ക് ഭയങ്കര ഒരു ടെൻഷനായി, ഞാൻ ഇതെല്ലാവരോടും പറയും എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ കാർഡിനലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഞാൻ നിനക്ക് റിവാർഡ് തരാം, നീ ആദ്യം ആൻ്റോണിയോ കൊല്ലണം, എന്നിട്ട് ഞാൻ നിനക്ക് റിവാർഡ് തരാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ ബൊസോളയ്ക്ക് കാര്യം മനസ്സിലായി, അങ്ങനെ ആൻ്റോണിയോയും കൂടി കൊന്നാൽ ഇനി അവരുടെ അടുത്ത പ്ലാൻ എന്നെ കൊല്ലായിരിക്കും. കാരണം ഈ ആളുകളൊക്കെ കൊന്നത് ഞാനാണല്ലോ, അപ്പോൾ എന്നെയും കൂടി കൊന്നാൽ ഈ ഒരു വിവരം ആരും അറിയില്ല എന്നുള്ളത് അവന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഫെർഡിനൻഡിനെയും അതുപോലെ തന്നെ കാർഡിനലിനെയും കൊല്ലണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. എന്നിട്ട് ആൻ്റോണിയോയെ രക്ഷിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. കാരണം ഒരുപാട് തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. സോ അദ്ദേഹം ഇനി ആൻ്റോണിയോയെ കൊല്ലണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് മറ്റ് 2 സഹോദരന്മാരെ കൊല്ലാൻ നോക്കിയത് അബദ്ധപൂർവ്വം നമ്മുടെ ആൻ്റോണിയോ ആണ് അദ്ദേഹം കൊന്നത്. സോ ആ ഒരു മരണവെപ്രാളത്തിൽ ആണ് നമ്മുടെ ആൻ്റോണിയോ ആണിത് എന്നുള്ളത് നമ്മുടെ ബൊസോളയ്ക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയും നിൻ്റെ
മക്കളെയൊക്കെ കൊന്നിട്ടുണ്ട്, ഞാൻ നിന്നെ അറിയാതെ കൊന്നതാണ്, നീ മറ്റൊരാളെന്ന് വിചാരിച്ച് നിന്നെ കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മരിച്ചു, പിന്നെ എന്തിനാണ് എനിക്ക് ജീവിതം, എനിക്ക് മരണം തന്നെയാണ് നല്ലത് എന്ന് നമ്മുടെ ആൻ്റോണിയോ അപ്പോൾ അവിടെ അങ്ങനെ പിന്നീട് ബൊസോള നമ്മുടെ കാർഡിയലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവനെ കൊല്ലുന്നതിനിടയ്ക്ക് നമ്മുടെ ഫെർഡിനൻഡിൽ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പിടിയും വലിയായി അവസാനം 3 പേര് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ആൻ്റോണിയോയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ ആൻ്റോണിയോയുടെയും അതുപോലെ ഡച്ചസിനെയും ഉണ്ടായ ഒരു മൂത്ത മകൻ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് ആ ഒരു മൂത്ത മകനാണ് ആ ഒരു രാജ്യം ഭരിച്ചത് എന്ന് പറയപ്പെടുന്നത്. അഥവാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം വിജയം കിട്ടിയത് സത്യത്തിനാണ് എന്നുള്ളതാണ് അവസാനം നമുക്ക് തരുന്ന മെസ്സേജ്. സോ അന്നത്തെ കാലത്തുള്ള ഭരണാധികാരികളുടെ ഒരു റോള് എന്തായിരുന്നു എന്നുള്ളതും, അതുപോലെ ഭയങ്കര ആർത്തിയായിട്ടുള്ള ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അന്ന് ജീവിച്ചിരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു വിമൻസിൻ്റെ ആ ഒരു സ്ഥാനം എന്തായിരുന്നു എന്നുള്ളതും ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് തീമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. ഇതിൽ തീമിനെ കുറിച്ചിട്ട് ചോദിക്കും, ഇതിൻ്റെ ഒരു തീമിനെ കുറിച്ചിട്ട് ചോദിക്കും, അതുപോലെ ഈ ഒരു ഡച്ചസിൻ്റെ ഒരു ക്യാരക്ടർ ഒരു ആസ് എ ഫീമെയിൽ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ കണ്ടുവരാറുള്ളത്. സോ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ബ്ലോഗ് പറയാനായിട്ട്. ഇനി ഓരോരുത്തരുടെയും ക്യാരക്ടർ അനാലിസിസ് ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഒരു ക്യാരക്ടർ എന്തുമാത്രം ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിലായിട്ട് നമ്മുടെ ഡച്ചസിൻ്റെ ക്യാരക്ടർ പറയാനാണെങ്കിൽ അങ്ങനെ പറയാം. അതുപോലെ തന്നെ വേറെ ഉള്ള ക്യാരക്ടേഴ്സ് ആൻ്റോണിയോയുടെ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു മെയിൻ ഐഡിയ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് പിന്നീട് അവരെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വിശദീകരിച്ച് എക്സ്പ്ലോർ ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇത്രയ്ക്കുള്ള ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ബ്ലോക്കിൽ ചർച്ച ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.